+2 ഡിഗ്രി എന്നീ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും മികച്ച 2 അവസരങ്ങളാണ് അടുത്ത മാസം വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അവസരങ്ങൾ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോ. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ റെയിൽവേയുടെ ഒഫീഷ്യൽ കലണ്ടറാണ്. ഈ കലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഈ ഒരു പരീക്ഷ ഒന്ന് ശ്രദ്ധിച്ചോടാ. നമ്മുടെ NTPCയുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ, അതായത് NTPCയുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് അടുത്ത മാസം വരാനായിട്ടിരിക്കുന്നത്. ഇത് ഓഗസ്റ്റ് മാസം വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓഗസ്റ്റ് മാസം എന്തായാലും വരില്ല. നമുക്കൊരു സെപ്റ്റംബർ മാസത്തിലാണ് ഇതിപ്പോൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് 2 കാറ്റഗറി ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുക. NTPCയിലെ 2 വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഒന്ന് +2 യോഗ്യതയുള്ളവർക്ക്, അതിന് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ എന്നും, രണ്ടാമത്തേത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഗ്രാജുവേറ്റ് പരീക്ഷ എന്നും അറിയപ്പെടും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷന്റെ വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നുമില്ല. +2 ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ എഴുതാൻ പറ്റും. ഇനി ഡിഗ്രി യോഗ്യതയുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രാജുവേറ്റും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഈ ഒരു ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്കും 2 പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യും. 2 പരീക്ഷയ്ക്കും ഒരുപോലെ പഠിക്കും. കാരണം സിലബസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. പഠന രീതിയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 പരീക്ഷയും ഒരുപോലെ അറ്റംപ്റ്റ് ചെയ്യുന്നവരാണ് എന്തായാലും ശരി 2ൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഇനി ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റിന്റെ പ്രായപരിധി പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയും, ഗ്രാജുവേറ്റ് പരീക്ഷയുടെ പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയുമാണ്. അപ്പോൾ 30 വയസ്സും 33 വയസ്സുമാണ് ഇതിന്റെ പ്രായപരിധി വരുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് +2 ഡിഗ്രി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തോളാം. കാരണം ആവശ്യത്തിലധികം സമയം പഠിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു അടുത്ത വർഷം ഒരു മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ഇതിന്റെ പരീക്ഷ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡെയിലി ഒരു 1-2 ക്ലാസ് ഒക്കെ കണ്ട് ഒന്ന് പയ്യെ ഒരു നോട്ടൊക്കെ വായിച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് പഠിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും പക്കാ സെറ്റ് ആയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ഒരു പ്രത്യേകിച്ച് ഇനി എക്സാമിന്റെ ഡേറ്റ് വരുമ്പോഴേക്കും നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാനോ അതല്ല എന്നുണ്ടെങ്കിൽ വലിച്ചുവാരി പഠിക്കാനോ ഒന്നും നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിലധികം സമയം കിട്ടും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങിക്കോടാ. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ഉള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ. അതും ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ 10th +2 ഡിഗ്രി എന്നീ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ വരാനായിട്ടിരിക്കുകയാണ്. അടുത്തൊരു 3 മാസം നമുക്കൊരു ഗോൾഡൻ മന്ത്സ് എന്ന് തന്നെ വിളിക്കാം. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളാം. എല്ലാ പരീക്ഷകൾക്കും കൂടി ഒരേ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഒരു ട്രാക്ക് ബാച്ചും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ NTPCയുടെ ബാച്ച് എടുത്ത് പഠിച്ചിട്ട് പിന്നെ ഗ്രൂപ്പ് ഡി വരുമ്പോഴേക്കും ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സസ് കാണാൻ വേണ്ടി വേറെ പോകേണ്ടി വരും. അപ്പോൾ ഇതിന്റെയൊക്കെ സിലബസ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ഡി ആണെന്നുണ്ടെങ്കിൽ സയൻസ് കുറച്ച് കൂടുതൽ വരുന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം ഓൾമോസ്റ്റ് സെയിം സിലബസ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ എന്താണ്, നമുക്ക് ഓരോ ക്ലാസ്സസിനും ഇപ്പോൾ കറണ്ട് അഫെയറിന്റെ ക്ലാസ്സസിൽ വ്യത്യാസങ്ങൾ വരും. അതുപോലെ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ ആ ക്ലാസ്സിന് വേണ്ടി മാത്രം വേറെ ബാച്ച് പർച്ചേസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫ്രീ ക്ലാസ്സസ് വേണമെന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയും. ഇതിനൊരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ റെയിൽവേ എക്സാംസും ഒരൊറ്റ സ്ട്രെച്ചിൽ പഠിക്കാം. നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ വരുന്ന എല്ലാ സബ്ജക്റ്റുകളും, ഇന്ത്യൻ റെയിൽവേ പരീക്ഷകളുടെ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാക്ക് ബാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ നിങ്ങൾ ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ, ഉദാഹരണത്തിന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റോ അതുപോലെ തന്നെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയോ എന്നിങ്ങനെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ പെട്ടുന്ന ഏത് പരീക്ഷയുടെയും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളായിട്ടുള്ള മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ സയൻസ്, GK എന്നീ സബ്ജക്റ്റുകളെല്ലാം ഈ ഒരു ട്രാക്ക് ബാച്ചിൽ കവേർഡ് ആയിരിക്കും. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കി കളയരുത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന എല്ലാ റെയിൽവേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോടാ. കാരണം അതിന്റെ അത് നിങ്ങൾക്ക് ഡെമോ ക്ലാസും ഫ്രീ നോട്ട്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ട്രാക്ക് ബാച്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസും നോട്ട്സും ഒക്കെ വായിച്ചു വെക്കാൻ പറ്റും. ഇതെല്ലാം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ആ ഒരു ബാച്ച് സ്വയം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഓൺ ഓഫറും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ ഓൺ ഓഫറിന്റെ സമയത്ത് നിങ്ങൾക്ക് വളരെ ഡിസ്കൗണ്ടോട് കൂടി ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരിക്കലും മിസ്സാക്കി കളയരുത്. വരാനിരിക്കുന്ന 3 നോട്ടിഫിക്കേഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല പേ സ്കെയിൽ ഉണ്ടാവും. കാരണം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് മിനിമം ഒരു 40,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഗ്രാജുവേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു
50 മുകളിലും അതുപോലെ തന്നെ 70,000 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ലെവൽ 6ന്റെ പേ സ്കെയിൽ സ്റ്റാർട്ടിംഗ് തന്നെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാർട്ടിംഗ് പേ സ്കെയിലുള്ള, പിന്നെ ഇതിന് പുറമെ ഒരുപാട് അലവൻസസ് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനെ റെയിൽവേയുടെ ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റ്, പിന്നെ എന്താ പറയാ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ട്രാവൽ, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഈ ഒരു റെയിൽവേ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ റെയിൽവേ ജോലിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറിലോട്ടോ അല്ലെങ്കിൽ താഴെക്കാണ് ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് എടുത്തോ. കാരണം ഈ എക്സാമുകളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോടാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.